എന്തായാലും CPI ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇതാണ്. മുകേഷ് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് CPI സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയും CPIയും സംസ്ഥാന സെക്രട്ടറിയും അറിയിക്കും എന്നൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വരുന്നു. ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയോടും MV ഗോവിന്ദനോടും സംസാരിക്കാൻ ധാരണ എന്ന രീതിയിൽ വരുന്നു. അങ്ങനെ ഗിരീഷ് തുടരുന്നുണ്ടെങ്കിൽ, ഗിരീഷ്, ഇങ്ങനെ ഒരു നിലപാട് മാറ്റം അത് ഈ രീതിയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരികയാണ്, ഈ മിനിറ്റിൽ വരികയാണ്. അങ്ങനെ മുകേഷ് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് CPI സംസ്ഥാന നേതൃത്വം ഒരു നിലപാടിലേക്ക് എത്തുന്നു. അത് CPIM തീരുമാനിക്കട്ടെ എന്ന് നേരത്തെ എടുത്ത നിലപാടിന് വ്യത്യസ്തമാണ്. ഇപ്പോൾ കൃത്യമായൊരു തീരുമാനം, ആ നിലപാട് CPI അറിയിക്കാൻ നിർബന്ധിതമാവുകയാണോ? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഈ CPI നേതൃയോഗത്തിലെ ഉയർന്ന പൊതുവികാരം അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് CPI എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ CPIയുടെ നിലപാട് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ ഘടകകക്ഷി എന്ന നിലയിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ആ നിലപാടാണ് CPI ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. CPIയുടെ ഈ നിലപാട് മുകേഷ് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്ന CPIയുടെ നിലപാട് CPIM സംസ്ഥാന നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അറിയിക്കും. എക്സിക്യൂട്ടീവിൽ ഉയർന്ന പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് CPI സംസ്ഥാന നേതൃത്വം എത്തിയത്. നേരത്തെ CPIMന്റെ ആഭ്യന്തര കാര്യമാണ് ഇത് എന്നുള്ള ഒരു നിലപാടിലായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് CPIM ആണ്, അതോടൊപ്പം തന്നെ മുകേഷാണ് എന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഈ എക്സിക്യൂട്ടീവിൽ ഉയർന്ന ഒരു പൊതുവികാരം, ഈ പൊതുവികാരം മുകേഷ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ്. കാരണം ഒരു പൊതുപ്രവർത്തകന് ധാർമ്മികത അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ മാറി നിൽക്കുന്നതാണ് ഉചിതം. അത് UDFുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്നും സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇടതുപക്ഷം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീപക്ഷത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീപക്ഷത്ത് നിന്ന് തന്നെ ഇതിനെ ചിന്തിക്കുകയും നിലപാടെടുക്കുകയും വേണം എന്ന ഒരു പൊതുവികാരമാണ് എക്സിക്യൂട്ടീവിനുള്ളിൽ ഉയർന്നത്. അത് പ്രകടിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് അല്ലെങ്കിൽ ഒരു രാജി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറിച്ച് ഈ എക്സിക്യൂട്ടീവിന്റെ നിലപാട് CPIMനെ അറിയിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന നേതൃത്വവുമായും മുഖ്യമന്ത്രിയുമായും ഇക്കാര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ആശയവിനിമയം നടത്തും. ഇവരെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കും. CPIയുടെ നിലപാട് കൃത്യമായി ഈ വിഷയത്തിൽ മുകേഷ് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്ന നിലപാട് CPIM സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഗിരീഷ്, ഇതിൽ ഈ വിഷയത്തിൽ CPIക്കുള്ളിലുള്ള ഇപ്പോഴത്തെ ഈ അഭിപ്രായം അത് ഒരു ഏകകണ്ഠമായ അഭിപ്രായമാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ഒരു മണിക്കൂർ മുൻപാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ രാജി വിഷയത്തിൽ അത് ആ ആവശ്യം കടുപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് CPM തീരുമാനിക്കട്ടെ എന്ന രീതിയിലേക്ക് CPI നിലപാടെടുക്കുന്നു. പക്ഷേ ഇത് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിലൊരു തീരുമാനം എന്ന രീതിയിൽ മുഖ്യമന്ത്രിയെയും സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെയും കണ്ട് CPI ആ കാര്യം പറയാൻ പോകുന്നു, മുകേഷ് മാറി നിൽക്കട്ടെ എന്നൊരു തീരുമാനമൊക്കെ വരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ആ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ സമ്മർദ്ദങ്ങളുണ്ട് നേതൃത്വത്തിനെതിരെ എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ CPIM ഇനിയിപ്പോൾ നാളെ സംസ്ഥാന സെക്രട്ടറിയെ ചേരാൻ നിൽക്കുമ്പോൾ ഈ വിഷയം ഏത് രീതിയിലായിരിക്കും കാണുക, അത് ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക? എന്താണ് രാജിവെക്കേണ്ട എന്ന തീരുമാനം CPM എടുത്തു കഴിഞ്ഞല്ലോ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ. പ്രജിൻ, ഇക്കാര്യത്തിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തുവെങ്കിൽ പോലും, രാജിവെക്കേണ്ട എന്ന തീരുമാനമെടുത്തുവെങ്കിൽ പോലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സെക്രട്ടേറിയറ്റ് യോഗമാണ്, പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗമാണ്. നാളെ ഈ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം സംസ്ഥാന സമിതിയുണ്ട്. CPMന്റെ തീരുമാനം ഇക്കാര്യങ്ങളിലൊക്കെയുള്ള അന്തിമമായ തീരുമാനമെടുക്കുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സമിതിയിലുമൊക്കെയാണ്. സ്വാഭാവികമായും ഈ സമിതികൾ ചേരാനിരിക്കുന്നു. ഇതിനിടയിലാണ് CPIയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ആവശ്യമുയരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. CPIയിൽ ഇത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ഈ ആശയക്കുഴപ്പങ്ങൾ ഒരു തീരുമാനം പുറത്തു പറയുന്നതിനെ ചൊല്ലിയായിരുന്നു. ഇക്കാര്യത്തിൽ മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്ന തീരുമാനം സംബന്ധിച്ച് CPIയിൽ യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ്, പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ അറിയിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയതും സ്വാഭാവികമായും കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തിൽ പരസ്യമായ അഭിപ്രായ പ്രകടനം പാടില്ല എന്നതാണ് CPI സംസ്ഥാന നേതൃത്വം എടുത്തിരുന്ന ഒരു നിലപാട്. ഇതിന് വിരുദ്ധമായി ചില അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഒക്കെയായി പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു പൊതുവികാരമുണ്ട്. ഈ പൊതുവികാരം CPIയുടെ അഭിപ്രായം കൃത്യമായി ശക്തമായി CPIMനെ അറിയിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അഭിപ്രായം അറിയിക്കണം. ഇപ്പോൾ